സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ LDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കില്ല എന്ന ബോധ്യത്തിലാണ് ഇപ്പോൾ അവരുടെ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇത് ഒരു വളരെ ആസൂത്രിതമായൊരു നീക്കമാണ് നടത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് ഈ ചുമരെഴുത്തിൽ കരിവേല വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ അസ്വസ്ഥതയുണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ശ്രമം ഇതിന് പിന്നിലുണ്ട് എന്നത് വളരെ ഗൗരവപൂർവ്വം കരുതേണ്ടതാണ്. ഞങ്ങൾക്ക് പോലീസ് അധികാരികളോടും ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആധികാരിക കേന്ദ്രങ്ങളോടും പറയാനുള്ളത്, വടകരയിൽ സുഖകരമായ ഇലക്ഷൻ നടത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷനും പോലീസും അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം എന്ന് മാത്രമല്ല, പ്രശ്നബാധിത ബൂത്തുകളെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ അധികാരികളെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ബൂത്തുകളിൽ ഉൾപ്പെടെ വലിയ ഗൗരവപൂർവ്വം ചർച്ച ചെയ്തുകൊണ്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ പോലീസിൻ്റെയും അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുണ്ടാകണം. ഇതൊരു തുടക്കം മാത്രമാണ്. വളരെ സംഘടിതമായ ആക്രമണങ്ങൾക്ക് വേണ്ടി ചില കേന്ദ്രങ്ങളിൽ ആസൂത്രണം ചെയ്തതിൻ്റെ തുടക്കമാണ് ഇവിടെ ഈ കരിവേല പ്രയോഗം നടത്തിയിട്ടുള്ളത്. ബോധപൂർവമായ ആസൂത്രണം ഇതിന് പിന്നിലുണ്ട്. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം.